സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടതിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മർദ്ദിച്ചതായി പരാതി ഉയർന്നു. തൃശൂർ വിലങ്ങന്നൂർ സ്വദേശി സണ്ണി BSനാണ് മർദ്ദനമേറ്റത്. വികസന മുരടിപ്പ് ചൂണ്ടിക്കാണിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതിന് CPM പ്രവർത്തകർ മർദ്ദിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഞാൻ കഴിഞ്ഞ ദിവസം FBയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം ഉണ്ടാവുന്നത്. പാണഞ്ചേരി പഞ്ചായത്തിൽ 2ാം വാർഡിൽ ഞാൻ മത്സരിക്കാൻ തിരിക്കുക, അതനുസരിച്ച് പോസ്റ്റ് ഇടുകയും ചെയ്തു. ഞാനൊരു ഇടപക്ഷ സഹയാത്രിയാണ്. അപ്പോൾ അതിനോടനുസരിച്ച് 1-2 വാർഡിൽ ഇടതുപക്ഷം തോക്കും എന്നൊരു നിലപാട് എനിക്ക് തോന്നിയുകൊണ്ട് ഞാനത് FBയിൽ പോസ്റ്റ് ഇട്ടു. CPMന്റെ പ്രമുഖമായ ഒരു ഗുണ്ടയും ക്രിമിനലുമായ ജിജിയും മച്ചാൻ പ്രിൻസ് എന്ന് പറയുന്നത് രണ്ടുപേരും CIT യൂണിയനിൽ നിലവിൽ ജോലി ചെയ്യുന്നവരാണ്. നിരവധി ക്രിമിനൽ കേസിൽ പ്രതികളുമാണ്. രണ്ടുപേരും അതിക്രൂരമായിട്ട് എന്നെ മർദ്ദിച്ചിരിക്കുകയാണ്. ശരീരമാസകല വേദനയും. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ സൂരജ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഈ ചെമ്പൂത്ര പഞ്ചായത്ത്, അതായത് പാണഞ്ചേരി ഉൾപ്പെടുന്ന പാണഞ്ചേരി പഞ്ചായത്തിലെ ചെമ്പൂത്ര 2ാം വാർഡിൽ ഈ മത്സരിക്കുന്ന കാര്യം സണ്ണി PS ഫേസ്ബുക്കിലൂടെ അറിയിക്കുന്നത്. ഈ ഫേസ്ബുക്കിലൂടെ മത്സര വിവരം പങ്കുവച്ചു എന്നുള്ളത് മാത്രമല്ല, അവിടുത്തെ വികസന മുരടിപ്പും അതോടൊപ്പം തന്നെ ഈ പാണഞ്ചേരി പഞ്ചായത്തിലെ പാറമടകളുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി പങ്കുവെക്കുകയുണ്ടായി. ഇതിന് പിന്നാലെയാണ് സണ്ണിയെ വിലങ്ങന്നൂരിൽ വെച്ച് ഒരു സംഘം ആളുകൾ മർദ്ദിച്ചു എന്നുള്ളത് പറയുന്നത്. അത് CPMന്റെ പ്രവർത്തകരാണ് എന്നുള്ളതാണ് സണ്ണി ആരോപണമായി ഉയർത്തുന്നത്. അവർ അതിക്രൂരമായി മർദ്ദിച്ചു, തന്നെ ചവിട്ടി വീഴ്ത്തിയ ശേഷം നടുവിനടക്കം തുടർച്ചയായി ചവിട്ടി എന്നുള്ളതാണ് പറയുന്നത്. ഈ പരിക്കേറ്റ സണ്ണിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സ തേടുകയും ചെയ്തു. ഈ നട്ടലിന് ചെറിയ പൊട്ടലുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും സംഭവത്തിൽ സണ്ണി പോലീസിനടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഈ ചെമ്പൂത്ര പ്രദേശം, അതായത് 2ാം വാർഡാണ്, അത് CPMന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. അവിടെ ഇടത് സഹയാത്രികനായ സണ്ണി മത്സരിക്കാൻ തീരുമാനിച്ചതും അതോടൊപ്പം തന്നെ അവിടുത്തെ വികസന മുരടിപ്പും ചൂണ്ടിക്കാട്ടിയതാണ് ഈ പ്രകോപനത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് സണ്ണിയുടെ ആരോപണം. എന്തായാലും സണ്ണിയുടെ പരാതിയിന്മേൽ പോലീസ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.